ഞാൻ ഈ സോഫ്റ്റ് ജെല്ലി പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന്, മുഖം നിറം വയ്ക്കാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സും മുഖക്കുരുവും, അതുപോലെ തന്നെ ചില സമയത്ത് മുഖക്കുരു വന്നിട്ടൊരു ചുവന്ന റെഡ് കളർ നമ്മുടെ സ്കിന്നിലുണ്ടാവില്ലേ, പാടുകളായിട്ട്, അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൺ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അപ്പോൾ കുറേ സ്കിൻ പ്രോബ്ലംസിന് ഇതൊരു അടിപൊളി സൊല്യൂഷനാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, കുറച്ച് കട്ടിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും കിട്ടുള്ളൂ. അതോടൊപ്പം എല്ലാവരും എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വെണ്ണ മാതിരിയാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. അത് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് കട്ടിക്ക് അപ്ലൈ ചെയ്യുകയും വേണം, കഴുത്തിലും അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 സ്പൂണോളം തികച്ച് തന്നെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മുൾട്ടാനി മിട്ടി. ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു മാത്രം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. മഞ്ഞൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും കുറച്ച് മാത്രം എടുത്താൽ മതി. ഞാനിപ്പം അധികം കൂടുതലായിട്ട് വന്നതുകൊണ്ട് അത് മാറ്റിയിട്ട് ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ തേനാണ്. തേൻ നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മഞ്ഞളായാലും തേനായാലും നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെറ്ററായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, നല്ലതെന്ന് തോന്നുന്നത്, സ്കിന്നിൽ വർക്ക് ആവുന്നത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കുറച്ച് തേനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ തേന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടലി നമ്മളിതിൽ 4 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ഇൻഗ്രീഡിയൻസും തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെഡ്നെസ്സും പഫിനെസ്സും ഒരു ടയർഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കുന്നതാണ്. ഇതിലോടൊപ്പം നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. പാൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുന്നത്. മുഴുവനായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് പാലിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് പാൽ അത്രയ്ക്കും അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ലെങ്കിൽ പകുതി പാൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. ബാക്കി നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ നിങ്ങൾക്ക് മിക്സ് ചെയ്യാനായിട്ട് ബാക്കി എടുക്കാം. ഞാനിപ്പോൾ പാലിൽ തന്നെയാണ് മുഴുവനായിട്ട് മിക്സ് ചെയ്യുന്നത്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി പാൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർക്ക് നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനും മോയ്സ്ചറൈസ് ആവാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് പാൽ ഒട്ടും തന്നെ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യാം. പക്ഷേ കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പാലും അതുപോലെ തന്നെ വെള്ളവും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പകുതി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഒരു മനോധർമ്മം പോലെ എന്താണോ നിങ്ങൾക്ക് സെറ്റ് ആവുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കട്ടകളൊക്കെ ഉള്ളതുപോലെ തോന്നും. അത് സാരമില്ല, കുറച്ചും കൂടെ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പം ഇതുപോലെ നന്നായിട്ട് ആയിട്ട് നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി കിട്ടും. അതിനുശേഷം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കെട്ടി ബാക്കിലോട്ട് വെക്കുന്നുണ്ട്. കാര്യം ഈ ഒരു ഫേസ് പാക്ക് ഞാൻ കഴുത്തിലോട്ടും ഒക്കെ അപ്ലൈ ചെയ്യാനാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. ഇത് ഒരു മണ്ണാണ്, ഒരു ക്ലേ ആണ്. ഇതൊരു ക്ലേ ഫോമിലാണ് ഉണ്ടാവുന്നത്. സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലേ ഉണ്ടല്ലോ, ഇത് ഭയങ്കര കല്ല് പോലെ കട്ടിയായിട്ട് കിട്ടും. അത് നമ്മൾ ഉരച്ചെടുത്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതാണ് ശരിക്കും ട്രഡീഷണൽ ഫോം. പക്ഷേ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. എത്ര നല്ല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് കിട്ടുന്നോ അത്രയും നല്ല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് മാത്രം അവൈലബിൾ ആയതുകൊണ്ടാണ് ഇതെടുത്തത്. നമുക്ക് കട്ടയായിട്ട് കിട്ടുന്നതാണെങ്കിൽ അത് നിങ്ങൾ അരച്ചെടുത്താൽ മതി. ദെൻ
ആദ്യം ഞാൻ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ സ്കിന്നിനെ കവർ ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. മഞ്ഞളും തേനും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും റെഡ് സ്പോട്ട്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിൻ വൈറ്റനപ്പിന് മുൾട്ടാനി മിട്ടി തന്നെ അടിപൊളിയാണ്. നല്ല രീതിയിൽ സൺ ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ്സും ഗ്ലോയും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മിനിമം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് സ്കിൻ ഡാമേജ് ആയി കരിവാളിച്ച് വെയിലേറ്റ് കരിവാളിച്ചിരിക്കുകയാണ്, ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു 3-4 ദിവസം വച്ച് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്കിന്ന് ഓക്കെ ആയ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും വെയിലത്ത് പോയി നിന്നിട്ടോ അല്ലെങ്കിൽ മുഖം ശ്രദ്ധിക്കാതെയോ സ്കിൻ ഡള്ളാവാനായിട്ട് അനുവദിച്ച് കൊടുക്കരുത്. ഓക്കെ. പിന്നെ ജനറ്റിക്കലി നമ്മുടെ സ്കിന്നിൻ്റെ നിറം എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ നിറം. പിന്നെ നമുക്ക് സൺ ടാൻ ഏറ്റിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ട് ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയി നമ്മുടെ സ്കിന്ന് ഡാർക്കായി ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. സ്കിന്നിൻ്റെ നിറം ഏതായാലും കരിവാളിപ്പും ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും ഗ്ലോയും എന്തായാലും കിട്ടും. ഈ ഒരു പാക്കിൽ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൽ നമുക്ക് സ്കിൻ ഡ്രൈ ആവാതെ നറിഷ് ആയിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യുന്നതിലും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാൻ സമയത്ത് അത് പറഞ്ഞുതരാം. കൃത്യമായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ നല്ലതിന് പകരം മോശമായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ഞാൻ വീഡിയോസിൽ പറയുന്ന കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വിട്ടുപോയിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദേശിച്ച ബെനിഫിറ്റ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ഫേസ് പാക്കിനും അതിൻ്റേതായ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ നാൾ ഫേസ് പാക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു 15 മിനിറ്റ് ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്തതുപോലെ നല്ല കട്ടിക്കാണ് നിങ്ങളും അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ സുഖമായിട്ട് ഇത് ഡ്രൈ ആവാതെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കുറച്ച് ലൈറ്റായിട്ട് തിന്നായിട്ടാണ് അപ്ലൈ ചെയ്തതെങ്കിൽ മേ ബി നിങ്ങൾക്ക് നേരത്തെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളം തളിച്ച് കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരം കൂടെ വെച്ചിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. സാധാരണ പച്ചവെള്ളത്തിൽ സാധാരണ നമ്മൾ മുഖമൊക്കെ കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ അതിൽ തന്നെ സ്കിന്നൊന്ന് വാഷ് ചെയ്താൽ മതി. നിറയെ വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ്ലി നമ്മുടെ ഫേസ് പാക്കും മുഖത്തുനിന്ന് മുടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന രീതിയിൽ വേണം വാഷ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഫേസ് ഇങ്ങനെ സോപ്പൊന്നും യൂസ് ചെയ്ത് കഴുകേണ്ട കാര്യമില്ല. നമ്മൾ ഫേസ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സോപ്പ് യൂസ് ചെയ്ത് കഴുകാം. കാര്യം നമുക്ക് ഡേർട്ട്സും പൊല്യൂഷൻസും ഇമ്പ്യൂരിറ്റീസും നമ്മുടെ സ്കിന്നിലുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ലോക്ക് ചെയ്യും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫേസ് പാക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തതല്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ സ്കിന്നൊന്ന് ലോക്ക് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആയിരിക്കുകയാണ്, നിങ്ങൾക്ക് മോയ്സ്ചറൈസേഷൻ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോണർ അപ്ലൈ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. നമ്മുടെ ഡെഡ് സെൽസും ഡാർക്ക്നെസ്സും ഒക്കെ മാറാനായിട്ട് സഹായിക്കും. സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകാനും മുഖം നന്നായിട്ട് നറിഷ് ആവാനും സഹായിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നത്തെ ദിവസം നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നന്നായിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. മുൾട്ടാനി മിട്ടിയൊക്കെ എല്ലായിടത്തും കിട്ടും. മെഡിക്കൽ സ്റ്റോറിൽ വരെ നിങ്ങൾക്ക് ചോദിക്കാം, അവിടെയും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ സ്കിന്നിനെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി നല്ല ഒരു ഗ്ലോ തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ടും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.